വിശുദ്ധ മതഗ്രന്ഥങ്ങൾ ലോകാവസാനത്തെപ്പറ്റി സംസാരിക്കുന്ന പല ഭാഗങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ്. അത്തരത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ലോകാവസാനത്തെപ്പറ്റി പറയുന്ന സൂചനകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. മുസ്ലിം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനും ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളുമാണ് ഇത്തരത്തിൽ നിരവധിയായ ലോകാവസാനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ ഖുറാനിലും ബൈബിളിലും പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ആദ്യം മുസ്ലിം വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അള്ളാഹു അവസാന നാളുകളിൽ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിച്ചെടുക്കുകയും നന്മ ചെയ്തവരെ പൂങ്കാവനത്തിലേക്കും അതേസമയം തിന്മ ചെയ്തവരെ അഗ്നിഗോളങ്ങളിലേക്കും അയക്കുമെന്നാണ് പറയുന്നത്. ഭൂമിയെ ഇല്ലാതാക്കുകയല്ല, അതിനു പകരം മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ അള്ളാഹു നന്മ ചെയ്തവരെ പൂങ്കാവനത്തിലേക്ക് അയക്കുകയും അതേസമയം തിന്മ ചെയ്തവരെ തീഗോളത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ആകാശം ഇല്ലാതാവുകയും ആകാശത്തു നിന്നും പുകകളും വരും. ലോകാവസാനത്തിന്റെ നാളുകളിൽ വിശ്വാസമില്ലാത്തവർ പോലും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും എന്നാൽ അവരുടെ വിശ്വാസം സാക്ഷാത്കരിക്കാതാവുകയും ചെയ്യും. അതായത് ജന്മന അല്ലെങ്കിൽ വളർന്നു വരുന്ന സമയത്തെ വിശ്വാസം കൈക്കൊണ്ടവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഭൂമിയുടെ അവസാന നാളുകളിൽ വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അള്ളാഹുവിന്റെ കടന്നുവരവായിരിക്കും അതിലൂടെ സൂചിപ്പിക്കുന്നതെന്നും ഖുറാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ക്രിസ്തുമതത്തിലേക്ക് വരികയാണെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയാണ് ക്രിസ്തുമതം കാത്തിരിക്കുന്നത്. ആ വരവിൽ മരിച്ചവർ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും വിടുമെന്നാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ രണ്ടാം ആഗമനത്തിൽ വലിയ ഭൂകമ്പങ്ങൾ അടക്കമുള്ളവ ഉണ്ടാകും. വലിയ ഭൂകമ്പത്തിൽ പ്രേതാലയങ്ങൾ അടക്കമുള്ളവ തുറക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സത്യവിശ്വാസത്തിൽ നടന്നവർ സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ തിന്മ ചെയ്തവർ നരകത്തിലേക്കും. യേശുവിന്റെ പിതാവായ ദൈവത്തിന് മാത്രമേ ലോകാവസാനം എന്നുണ്ടാകും എന്നുള്ളത് അറിയാവൂ. അതിനാൽ തന്നെ യേശുവിന് പോലും എന്നാണ് ലോകാവസാനം എന്നുള്ളത് അറിയില്ല എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ആഗതമാകുന്നതിന്റെ സൂചനകൾ ഭൂമി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ലോകത്ത് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും. സൂര്യൻ പൊട്ടിത്തെറിയുന്ന അവസ്ഥയുണ്ടാകും. അത്തരത്തിൽ നിരവധി സൂചനകളാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ മൂന്നാം ലോക മഹായുദ്ധം അടക്കമുള്ളവ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് ലോകാവസാനമാണോ എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ പോലും വിലയിരുത്തുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളായ ഖുറാനും അതുപോലെ തന്നെ ബൈബിളും പറയുന്ന സത്യങ്ങളെ നമ്മൾ മാനിക്കേണ്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതെല്ലാം വ്യക്തമാകുന്നതിന്റെ സാഹചര്യങ്ങൾ കടന്നു വരികയാണ്. നിരവധി രാജ്യങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും കൂടി വരുന്ന സമയമാണിപ്പോൾ. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. സിറിയയിൽ അടക്കം ഇപ്പോൾ പുതിയ യുദ്ധങ്ങൾ കടന്നു വരികയാണ്. സിറിയ, റഷ്യ, യുക്രൈൻ, ഇറാൻ, ഇസ്രായേൽ, പാലസ്തീൻ, അമേരിക്ക അങ്ങനെ നിരവധി സമ്പന്ന രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു പല രാജ്യങ്ങളിലും ഇതെല്ലാം തന്നെ ലോകരാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ലോകരാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സാമ്പത്തിക സ്ഥിതിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഒരു ഘടകത്തെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യരുടെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയ ആഘാതമുണ്ടാക്കാൻ ഈ യുദ്ധങ്ങൾ കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇത് ലോക അവസാനമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ളവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിളിലും ഖുറാനിലും വിശുദ്ധ മത ഗ്രന്ഥങ്ങളിലും പലയിടങ്ങളിലും ലോകം അവസാനിക്കുന്നതിനെ പറ്റി വലിയ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സത്യമാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. മതവിശ്വാസികളായ ഓരോരുത്തരും ഇത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഏത്തിസ്റ്റുകളോ അല്ലെങ്കിൽ അന്ധവിശ്വാസികളായ വ്യക്തികൾ ഇതിനെ ഏതെല്ലാം രീതിയിലുള്ള പരിക്രമണത്തിന് വിധേയമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇതിന്റെ എല്ലാം കാരണം അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണമായ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ അതിനെ കണ്ടുപിടിക്കാനാണ് മറ്റുള്ള കുറച്ച് വിഭാഗങ്ങൾ ശ്രമിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ളവർ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നൽകുന്ന സമയത്തും ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ പുറകെ പോകുന്നവർ ഇതിന്റെ ഉത്തരങ്ങൾ തേടിയെടുക്കേണ്ടവരും നമ്മൾ തന്നെയാണ്. അതിനാൽ തന്നെയും ഇത് ഏത് തരത്തിലുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ ഇത് ലോക അവസാനമാണോ എന്നുള്ളൊരു ചോദ്യം വലിയ പ്രസിദ്ധമാണ്.
എന്തൊക്കെയാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് സത്യമാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോകാവസാനം എന്നുള്ളത് നമ്മളെ ഏവരെയും ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ലോകത്തുള്ള എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് ഇല്ലാതാകുന്നത് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല. എന്നാൽ മതവിശ്വാസികളായ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതാകുന്നത് ഭൂമിയിലെ എല്ലാമാണ്. അതായത് ഒന്നും ചെയ്യാത്ത ജീവജാലങ്ങളടക്കം, മരങ്ങളടക്കം, മലകളടക്കം എല്ലാം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വിശുദ്ധ മത ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ലോകം അവസാന നാളുകളിൽ നല്ലവരെല്ലാം സ്വർഗത്തിലെത്തുകയും അല്ലെങ്കിൽ തിന്മ ചെയ്തവരെല്ലാം നരകത്തിലെത്തുകയും ചെയ്യും. അത്തരത്തിലൊരു സാഹചര്യത്തിൽ മനുഷ്യന്മാർ മാത്രമേ നരകത്തിലുണ്ടാകുകയുള്ളൂ. ഇതെല്ലാം വെറും സാങ്കല്പികമാണോ അതോ സത്യമാണോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം.